ഹലോ ഗൈസ്, വാട്സപ്പ്. ഞാൻ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിമാണ് ആർക്ക് സർവൈവൽ ഇവോൾട്ട്. ഈ ഗെയിം കളിച്ചിട്ട് ഓൾമോസ്റ്റ് 1 വീക്ക് ആയിട്ടുണ്ട്. ഇത് എപ്പിസോഡ് 28 ആണ് ഗൈസ്. നമുക്ക് കളിച്ചു നോക്കാം. പിന്നെ ഗൈസ് എനിക്കിപ്പം 159 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പം ഒരു 200 ആകുമ്പോൾ നമുക്ക് ഗ്രാനിയുടെ ഫ്രണ്ട് ഡോർ എസ്കേപ്പ് കംപ്ലീറ്റ് ഫ്രണ്ട് ഡോർ എസ്കേപ്പ് ഈസി മോഡിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതായിരിക്കും നല്ലത്. ഇത് മാറിക്ക് ഈ എപ്പിസോഡ് മാക്സിമം ലെവലപ്പ് ആവാൻ ട്രൈ ചെയ്യും ഗൈസ്. അവിടെ ഞാൻ കുറച്ച് മുമ്പ് ചത്തായിരുന്നു. ഒരു ബ്രോണ്ടോട് എങ്ങനെ രക്ഷപ്പെട്ടാണ്. പിന്നെ നമ്മുടെ പീറ്റർ നടനും റോക്കിയും ഇനി അങ്ങോട്ടില്ല ഗൈസ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എൻ്റെ ഗെയിം എന്തോ ഗ്ലിച്ചായതാണെന്ന് തോന്നുന്നു. കുറച്ചാൾ മുമ്പേ ഞാനൊരു ഇവൻ്റെ പേരെന്തുമായിരുന്നു, ഒരു സാർക്കോസൂക്കസിനെ ഞാൻ കൊന്നായിരുന്നില്ലേ. അത് ഗ്ലിച്ച് അടിച്ചിട്ട് വന്ന് ഞാൻ ഇൻവെൻ്ററി എടുത്തോണ്ട് വന്നപ്പോൾ പെട്ടെന്ന് എന്നെ കൊന്നു. ഞാൻ അടുത്തതായിട്ട് എൻ്റെ മറ്റേ കാർബോണിയംസുമായിട്ട് എടുത്തോണ്ട് വന്നപ്പോഴത്തേക്ക് ഇവൻ മരണപ്പെട്ടു. അവിടെ എന്തോ കൊടുക്കുന്ന ഒന്നുമില്ല. ഓക്കെ, നല്ല പണി കിട്ടിയിട്ടിരിക്കുകയാണ്. പീറ്റർ നടനും മരിച്ചുപോയി. ചിലപ്പോൾ ഡെഡ് ബോഡി ഞാൻ ഹാർവെസ്റ്റ് ചെയ്തായിരുന്നു തോന്നുന്നു കേട്ടോ ഗീസ്. പിന്നെ റോക്കിയും പോയി. എന്നാലും ഞാൻ കുറച്ച് കെയർഫുള്ളായിട്ടിരിക്കേണ്ടിയായിരുന്നു. റോക്കിക്ക് പകരം വേറെ ആരെയും കൊണ്ടുവരട്ടുണ്ടായിരുന്നു. റോക്കി ചതിച്ച് ഗീസ്. പിന്നെ ഇവൻ എങ്ങനെയാണെന്നറിയാം, ഒരു അടി ഇവനുണ്ട്. ഇവ ഒറ്റ വാല് വീശി ഒറ്റയടിക്ക് എന്നെ കൊന്ന്. ബാത്തിന് എൻ്റെ ഡിനോന് അടി കിട്ടിയായിരുന്നെങ്കിൽ അവൻ ഇന്നെ പോയി അറ്റാക്ക് ചെയ്യാൻ പോയി. പിന്നെ എൻ്റെ കാർബോണിയംസ് ഉറപ്പായിട്ട് ഡെഡായിരുന്നു. ഒരു 1-2 അടി കിട്ടിയെന്ന് തോന്നുന്നു. ഹെൽത്ത് 5000 ഉള്ളൂ. 10,000 ഹെൽത്തുള്ള സാധനം. ലെവലപ്പ് ആവാൻ നമുക്ക് എന്തെങ്കിലും പോയി കൊല്ലാം ഗൈസ്. ഇതേ നടക്കത്തുള്ളൂ. ഒരു പാരസോറിനൊക്കെ കണ്ടു. ഇവനെ കൊല്ലാമെന്നാണ് വിചാരിക്കുന്നത്. എപ്പോഴത്തേക്ക് അത്യാവശ്യം HP പോയിൻറ്റ്സ് കിട്ടുമെന്ന് തോന്നുന്നു. പിന്നെ എൻ്റെ അൾട്ടിമേറ്റ് എഡിഷൻ ഉണ്ടായിരുന്നല്ലോ ഈ ആർക്കിൻ്റെ. അത് ഞാൻ കളിച്ചപ്പോൾ ഞാനൊരു വലിയൊരു വീഡിയോ ആണ് റെക്കോർഡ് ചെയ്തായിരുന്നത്, 30 മിനിറ്റ്. പക്ഷേ അത് വേറെ മൊബൈലിൽ നിന്ന് ഈ മൊബൈലോട്ട് സെൻഡ് ചെയ്തപ്പം അതൊന്ന് അത്രയും സെൻഡായില്ല. ഞാൻ ആ വീഡിയോയിൽ ആക്ച്വലി ഞാൻ ട്രൈസെറാടോപ്സിനെല്ലാം ടേൺ ചെയ്തിട്ട് ഇട്ടേക്കുമായിരുന്നു. അപ്പം എന്തോന്ന് നിങ്ങൾക്ക് അതിനൊക്കെ അറിയാമെന്ന് തോന്നുന്നു. അതിനെ ടേൺ ചെയ്യുന്ന വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ ഒന്നുകൂടെ ടേൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു അതിനെ ടേൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. ട്രൈക്കിന് ഇവനൊന്ന് കൊല്ലാം. നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. ഇനി നോക്കിയിട്ട് കാര്യമില്ലടാ. നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നെ ഒന്ന് കൊന്നു കളഞ്ഞു. അടുത്ത ആളെ പോയി നോക്കാം ഗൈസ്. പ്രത്യേകിച്ച് ആരെയും കാണുന്നില്ല ഗൈസ്. അവിടെ എല്ലാം പോയി നോക്കിയിട്ട് ഒരു സ്ട്രൈക്കിനൊക്കെയാണെങ്കിൽ കൊല്ലാമെന്നും പറഞ്ഞാൽ ചടങ്ങാണ്. ഒരു മൂടില്ല കൊല്ലാനൊരു പേടി, അത്രയേ ഉള്ളൂ ഗൈസ്. ചെറിയൊരു പേടി. എന്താ നമുക്ക് ഇത്രയും വെയിറ്റ് കണക്കുള്ളത്? അത്രേ ഉള്ളു. ബെസ്റ്റ്. ഇത്രേ ഉള്ളൂ. ഇവിടെ ഒരു ബ്രോണ്ട് ഉണ്ട്. ഇവനെ നമുക്ക് കില്ല് ചെയ്താലോ ഗൈസ്. കുറച്ച് ലെവലുണ്ടെങ്കിൽ നമുക്കെന്നാൽ അവനെ അടിക്കാം, കീറടിക്കാം. ബെസ്റ്റ്. ഇനി അവനെ നോക്കണ്ട ഗൈസ്. 1 പേടിയാണ് ആ ഡിനോന്. അപ്പോൾ നമുക്ക് വേറെ ആരെങ്കിലും കില്ല് ചെയ്യാം. പക്ഷെ ഒരു പീറ്റർ എണ്ണൻ അവിടെ ഇരിപ്പുണ്ട്. എന്നാൽ ടേം ചെയ്യണമെന്നുണ്ട്. പക്ഷേ
അവിടെ പോയിട്ട് എയിം ചെയ്തിട്ട് തന്നെ ഒരുത്തൻ വന്ന് അടിച്ചിട്ട് ഇവിടെ ഇട്ട് അവൻ എന്തായാലും സ്മോളാവും എന്നിട്ട് അടിക്കുകയും ചെയ്യും. എന്തിനാ ഗൈസ് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരുത്തനെ പോയി എന്നിട്ട് എയിം ചെയ്യാൻ നോക്കിയിടുന്ന അവസാനം കൊല്ലുന്ന. എന്നെക്കാട്ടിയല്ലേ നമ്മൾ തന്നെ ഇങ്ങനെ കില്ല് ചെയ്യുന്നതല്ലേ ഗൈസ്. ഐ ഷോട്ട് അടിക്കുക, അതാണെങ്കിൽ പെട്ടെന്ന് മരിക്കും. കണ്ടാ പെട്ടെന്ന് മരിച്ച ആള്. എത്ര HP ആയി? അല്ലാതെ ടോളോനെ 1-2 കൊന്നിട്ടുണ്ട്. 65 ആയിട്ടുണ്ട്. 30 പെട്ടെന്ന് എല്ലാത്തിനൊന്നും കൊല്ലാം. അടുത്തതിനെ നോക്കട്ടെ ഗൈസ്. അല്ല ബോല ഇത് കണക്കുള്ള ക്രീച്ചേഴ്സിനെ കൊല്ലുന്ന ഗൈസ് നല്ലത്. കാരണം കുറച്ച് HP കിട്ടും. അടുത്തതിനെ പോയി നോക്കാം ഗൈസ്. ഡിലോഫോസോറസിനെ കിട്ടിയിട്ടുണ്ട് അടുത്തതായിട്ട്. അവനെ ഒന്ന് കൊല്ലാം. ലെവൽ 450 ആണ്. ഞാൻ എന്തായാലും ടീം ചെയ്തിരിക്കും ഗൈസ്. അത്രയല്ലേ ഉള്ളൂ. അമ്മേ അവൻ തന്നെ ഫസ്റ്റ് സ്ട്രൈക്ക് നമുക്ക് തന്നു. താണ്ട വരുന്ന അവിടെ അതുകൊണ്ടോ റൺ. അടുത്തെത്തുമ്പോൾ ഇറങ്ങി ഓടണം. പിന്നെ അത്യാവശ്യം മൂവ്മെൻറ്റ് സ്പീഡ് കൂടില്ല. ഭഗവാനെ പെട്ട് ചാവണം. ചാവ് അത് ചത്ത്. നമ്മുടെ തക്കാളി ഇനിയിപ്പോൾ എത്ര HP ആയി? 69. ഇതിനെയും കൂടെ ഒന്നും കൊല്ല. ഇത് വേണം ടോർച്ച് എടുക്കണ്ട. ടോർച്ച് പിന്നെ റിപ്പയർ ചെയ്യാൻ നല്ല പണിയോ. ഡോഡ ഇടക്കിടയ്ക്ക് വന്ന് അടിക്കുന്നുണ്ട് ഗൈസ്. നമ്മളെ വന്ന് ബീറ്റ് ചെയ്യുന്നു. ഡോഡയ്ക്ക് ലെവൽ കൂടിയ ഡോഡ വന്ന് അടിക്കും. ലെവൽ 30 ഒക്കെയാണ് അടിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ അതിനും താരമുള്ളതൊക്കെ അടിക്കുമായിരിക്കും. ഹൈ കാർബോണിയംസ്. ഇതെങ്കിലും ലെവൽ 450 ആയിരുന്നെങ്കിൽ ഇത് ടൈം ചെയ്യായിരുന്നു. സ്നിഡാറിയ എൻ്റെ മോനെ എൻ്റെ ലെവല് അടിക്കടാ. സ്നിഡേറിയ അതിനെയൊന്നും ചെയ്യുന്നില്ലല്ലോ. അവൻ നമ്മളെ മാത്രമാണ് ടാർഗറ്റ് ചെയ്യുന്നത്. കൊള്ളാം. സ്നിഡേറിയക്ക് നമ്മളെ മതി. നമ്മൾ എന്തോന്ന് ചെയ്തിട്ടാ സ്നിഡേറിയ എന്നെ മാത്രം ഇട്ടെന്ന് കൊല്ലുന്നു. അവൻ ചുമ്മാ അവൻ്റെ തൊട്ടടുത്തൂടാ പോയത്. ദൂരെയാണെങ്കിൽ അല്ലാതെന്ന് പറയാം. ബെസ്റ്റ് എടാ ആണ്ട കൈസ്. അവൻ വന്ന് എൻ്റെ സാധനം അടിച്ച് പൊളിച്ചിട്ട് പോയി. ഇവിടെ ചിലപ്പോൾ റാപ്റ്റർ കാണും ഗൈസ്. കഴിഞ്ഞാണ് എൻ്റെ ഒരു 180 കാർബോണിയംസിൻ്റെ റാപ്റ്റർ വന്നല്ലോ ഗൈസ്. അത് ഇവിടെ നിന്നായിരുന്നു. ഈ ഏരിയ ഇവിടെ ഞാൻ അല്ലാതെ കളിച്ചപ്പം റാപ്റ്റർ വന്നിട്ടില്ല. എന്നാലും ഞാൻ ആദ്യമൊക്കെ യു ഹാവ് എൻ്റെ ഡേഞ്ചറസ് ഏരിയ എന്ന് പറഞ്ഞപ്പം വിചാരിച്ച് സാർക്കോ സ്പോണായിട്ട് ഇങ്ങോട്ട്. സാർക്കോ പിന്നെ സ്പോണാവുന്ന ഗൈസ്. അതല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ളത്. ഓക്കെ ഇവനെ കൂടെ ഒന്ന് തട്ടാം. എന്ത് ഇവനെയും കൊന്നിട്ടുണ്ട് ഗൈസ്. എന്ത് നമുക്കിനി നാളെ ഹണ്ടിങ് ചെയ്താൽ പോരെ ഗൈസ്. അതാ കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ ഇപ്പം ക്രാഫ്റ്റ് ചെയ്യാം. ഇനി 4 വുഡാ താച്ചാ. 1 2 3 4 സെറ്റ്. ഇനി അടുത്തതിനെ ഹണ്ട് ചെയ്യാൻ പോകും ഗൈസ്. അടുത്താണ് ഇവിടെ തന്നെ ഉണ്ട് അടിപൊളി പാരസോറ്. 15 ഉള്ളൂ. വേണ്ട ഇവനെ അത് വെച്ച് കൊല്ലണ്ട. പിന്നെ ഓടിച്ചിട്ട് കൊല്ലാം. ഇതൊക്കെ ധാരാളം ഇവനൊക്കെ തീർക്കാൻ. ചത്തില്ലേ നാശം. കടവടാ ഇത് വെച്ചൊരു അടി എടുത്താൽ മതി. പെട്ടളിയാ. നീ പെട്ട് സൂര്യ ഒരു കാര്യം ചെയ്യാം.
ഹൈടെക് ഐഡിയ ഉണ്ട് കൊണ്ടില്ലേ കൊള്ളുന്നില്ലല്ലോ അവൻ തോന്നുന്നു ഒന്നും ചാവുന്നില്ലല്ലോ കൊണ്ടില്ല എന്ത് നാശമാണ് ചാവടാ എന്ത് പുണ്യം ചെയ്യണം കൈസ് അവൻ ചാവാൻ പക്ഷെ ഞാൻ അവനെ കൊല്ലാതെ ഇനി വീടുന്ന പ്രശ്നമില്ല കൈസ് അവൻ പെട്ട് ഇത്രേ ഉള്ളൂ അവിടെ കടാ ഞാൻ അവനെ ഓടിച്ചിട്ട് വന്നു അളിയൻ രക്ഷപ്പെടാന്ന് വിചാരിച്ചേ അവിടെ കടാ പക്ഷെ ബോല യൂസ് ചെയ്തുകൊണ്ട് എൻ്റെ എത്ര നേരം എടുത്ത് ഗൈസ് പിന്നെ കുറേ മീറ്റ് എടുപ്പുണ്ട് മീറ്റെല്ലാം മാറ്റാൻ ഗൈസ് അപ്പോൾ വെയിറ്റ് എന്ന് പറയും പിന്നെ ഗൈസ് ഞാൻ ഒരു ഇൻട്രോ ആദ്യം പറയേണ്ടതാണ് ഗൈസ് ഞാൻ മറന്നു ചെയ്താൽ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ ഗൈസ് മാറിപ്പോയതാ ഗൈസ് സോറി എല്ലാവരും ഇന്ന് ന്യൂ ഇയർ ആഘോഷിക്കുമെന്ന് വിചാരിക്കുന്നു ഇതുവാ ഓക്കെ നീ ചുമ്മാരിക്കില്ലടാ പാരസോറിനെ ഒന്ന് റൈഡ് ടേം ചെയ്തെന്നും പറഞ്ഞ് ഇത് റൈഡൊന്നും ചെയ്തില്ല പറ്റത്തില്ലേ ഓക്കെ പോ അടുത്തന്നെ കൊല്ലാൻ പറ്റുമോ നോക്കാം ബോല ഇരിപ്പുണ്ടല്ലോ ഇപ്പം എത്ര HP 79 40 ഇത് പെട്ടെന്നാവും തോന്നുന്നില്ല ഇത് എത്താ ഇതിനൊന്ന് കൊല്ലാം ഇപ്പം തൽക്കാലം അവനും വന്നടിച്ച് ഇവനൊന്നും ഒരു മൈൻഡിലില്ല എന്നെ വന്നടിച്ചിട്ട് ഡോഡോ ആയതുകൊണ്ടായിരിക്കും പൊച്ചാവും അതുകൊണ്ടൊരുത്ത് ഇറങ്ങി ഓടിയെന്ന് നീ ഓടിയാലില്ലെങ്കിൽ നിന്നെ ഞാൻ കാണുകയും ചെയ്യും നിൻ്റെ അന്ത്യം എൻ്റെ കയ്യിൽ നിന്നാടാ ചാവ് ചത്ത് ഇപ്പം എത്രയായി 83 ഇപ്പോൾ 100 ആയിട്ട് 900 ആയിട്ട് നമുക്ക് ഈ വീഡിയോ എൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് ടൈം എടുക്കും പക്ഷേ പെട്ടെന്ന് ട്രൈ ചെയ്യാം ഗൈസ് $2 മാത്രമേ കിട്ടുകയുള്ളൂ ബാക്കിയുള്ളതിനൊന്നും കാണാനില്ല പക്ഷെ ഇനി ഇവിടെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊല്ലാം അല്ലാതെ ഇനി അങ്ങോട്ട് പോകുന്ന പരിപാടിയെ തീർത്ത് ഇനി അവിടെ രാത്രി ഞാൻ പോകത്തില്ല റിസ്ക്കാണ് എനിക്ക് ഇനി ആർക്കും ഞാൻ റിസ്ക് എടുക്കില്ല റിസ്ക് എടുക്കാൻ വയ്യ വയസ്സ് ഒരുത്തനെ ഇപ്പോൾ ലോസ്റ്റ് ആയതല്ലേ ഉള്ളൂ ശരിക്കും റിസ്ക് അത്രേ ഉള്ളൂ ഇനി നോ റിസ്ക്കാണ് ഗസ് നോ റിസ്ക് ഇതിനെയും കൊല്ലാൻ പറഞ്ഞ് സെറ്റായാൽ മതിയായിരുന്നു ഇപ്പോൾ 88 എന്താ എത്രയായി ഇതിനെ കൊന്നിട്ട് നോക്കാം ചാവ് ഇത് ഡാമേജ് കുറവായി എൻ്റെ പിക്കാച്ചിന് പൊട്ടും സംഭവം പൊട്ടി ഇനി ആറ്റ്സ് വെച്ച് ഇവനെ കൊന്ന ഇല്ല എന്ത് ആറ്റ്സ് വെച്ചാടാ ചത്ത് ഇപ്പം എത്ര HP ആയി വാവ് എൻ്റെ ഐഡിയ എന്ന് വെച്ചാൽ നമുക്ക് ഉറങ്ങുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആവുമായിരിക്കും പോയി കിടന്നുറങ്ങാം ഗൈസ് മാത്രമല്ല ഓക്കെ നൈറ്റ് ആയിട്ടുണ്ട് ഓക്കെ കണ്ണ് കാണാൻ പറ്റുന്നില്ല അയ്യോ ബേസ് എന്ത് ഇതല്ലേ പക്ഷേ ഈ മുട്ടം പാറ കണ്ട അതിൻ്റെ അർത്ഥം ബേസ് വന്നതാണ് അത്ര ഒരു സിമ്പിളാണ് അപ്പോൾ രാവിലെ നോക്കണ്ട നമ്മൾ ഉറങ്ങുവാണ് മോർണിംഗ് എന്തായാലും നോക്കിയെന്ന് തോന്നില്ല ഓക്കെ ഇനിയിട്ടുണ്ട് സക്സസ്ഫുള്ളി വിശക്കുന്നുണ്ട് സക്സസ്ഫുള്ളി വീണ്ടും വിശക്കുന്നുണ്ടല്ലോ തിന്നാനൊന്നുമില്ല ബ്രോ ഉണ്ട് വിശക്കുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് ഇത് കഴിക്കാം ഇത് തീരുന്ന മൊത്തം കഴിച്ചേക്കാം
ഇനി വെള്ളം വേണം. ഇപ്പം ഉറങ്ങിയപ്പോൾ HP കൂടിയാ? ഇല്ല ഗൈസ്, പടത്തിന് എന്തെങ്കിലും കൊല്ലണം ഗൈസ്. ലൈസ്ട്രോ ഉണ്ട്. ലിസ്ട്രോ ആണ് ലൈസ്ട്രോ ആണ്. അതുകൊണ്ട് ഇവരെ കൊല്ലാം. ഇവനെന്തായാലും കൊല്ലാം. കുറച്ച് HP എന്തായാലും കൂടുതലായിരിക്കും. ഓക്കെ, ഇപ്പം എത്രയായി? 903. ഇതെന്തോ HP കൂടിയില്ല. പടത്തന്നെ ഒന്നുകൂടെ പോയി കൊല്ലാം. ഒരു ലോ ലെവൽ ഡിലോഫസോറസിനെ കൊന്നിട്ടുണ്ട്. അപ്പം എത്രയായി? 4. നാശം. ഇതെന്ത് കഷ്ടമാണ്. എന്ത് വേഗമാണ് കൊല്ല്. ഞാൻ വലുതായിട്ട് സ്റ്റെയിൻ ചെയ്യാറില്ല, കാരണം ആർക്ക് മടുത്തും ഗൈസ്. വലുതായിട്ട് സ്ട്രെയിൻ ചെയ്ത് കളിക്കുകയാണ്. സ്ട്രെയിൻ ചെയ്തിട്ട് എനിക്ക് ഓക്കെ. നമ്മളെന്തുവാ? ഒന്നുമില്ല, മരമാണ്. നോക്കാം ഗൈസ്, അടുത്ത ആരെങ്കിലും ഉണ്ടെന്ന്. പക്ഷെ ഒന്നിനും കിട്ടിയില്ല ഗൈസ്. ഗിഗാണ്ടസോറസിനെ അറിയോ ഗൈസ്? ഗിഗാണ്ടസോറസ് ഈ ആർക്കിലെ എൻ്റെ മൊബൈൽ സാധാ ആർക്കിൻ്റെ മൊബൈൽ ഒരു ജയൻ്റ് ഡിനോയാണ്. ഏറ്റവും പവർഫുള്ളായ കാർണിവറാണ്. അതിനെ ടൈം ചെയ്യുന്നതും എൻ്റെ ഫേസ് റിവീൽ ചെയ്യുന്നതും ഒരേ ടാസ്ക് കണക്കാണ് ഗൈസ്. ഞാൻ എന്തായാലും ഫേസ് റിവീൽ പെട്ടെന്ന് ചെയ്യത്തുമില്ല, അതിനെ ടൈം ചെയ്യാനും അത് കണക്കാണ്. ഷെടാ, ഇതിനൊന്നും കാണുന്നില്ല. എന്ത് കഷ്ടമാണ്. ഇവനെ തൽക്കാലം കൊന്നാലോ ഗൈസ്? അയ്യോ വേണ്ട, അടുത്ത് എന്തെങ്കിലും പോയി നോക്കാം ഗൈസ്. അങ്ങനെ ഫൈനലി ഒരു ഡിലോഫസോറസ് അങ്ങനെ കിടക്കുന്നുണ്ട്. ഇതെങ്കിലും ഒന്ന് നോക്കാം. സ്റ്റാമിന ഫുള്ളാക്കിയിട്ട് പോകും, അല്ലെങ്കിൽ എനിക്ക് ഓടാൻ പറ്റില്ല. ചിലപ്പോൾ നല്ല ലെവലുള്ളതാണെങ്കിലാ. 450 ആവല്ലേ? ഓക്കെ, അതാണ്ട് വരുന്നുണ്ട്. കൊല്ലാം. ഇതാണ് ഡെത്താണ്. ഡെറ്റാ ഷൂട്ട്. ഇങ്ങനെ വലിച്ചിടാം ഗൈസ്. ഇത് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അയ്യോ, ഇതെന്ത് കഷ്ടമാണ്. വെള്ളത്തിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഡ്രോപ്പ് ആയിക്കോളും, കുഴപ്പമില്ല. കണ്ടാ, അവിടെ കിടക്ക് വായും വിളിച്ചോണ്ട്. പീറ്റർ 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 ലക്ക് കിട്ടി, ലക്ക്. പക്ഷെ വേണ്ട. നാശം. ലക്കിൻ്റെ പുറത്തൊന്ന് കിട്ടിയത് പോയി. ഇവനെ സെറ്റാക്കാം. വന്ന് ഗൈസ്. ഇതിനെന്തായാലും ഇന്നെ കൊല്ലുമ്പോഴത്തേക്ക് ആവത്തില്ലായിരിക്കും ഗൈസ്. എന്തായാലും പക്ഷെ ഇവനെ കൊന്നിട്ട് ഈ വീഡിയോ എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. കൊന്നിട്ടുണ്ട്. ഒരു പോലെയും കൂടെ ഉണ്ടായിരുന്നു, ഇവനെയും കൂടെ കൊന്നില്ലായിരുന്നു. പെട്ടെന്ന് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും നോക്കാം. പാണ്ടല്ലേ പോയി. എത്രയായി ഗൈസ്? ഓക്കെ, സെറ്റായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ലെവലപ്പ് ആവുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബായ്.